ആപ്കി അദാലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ പേടിയുടെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. യോഗി സാർ, ഉത്തർപ്രദേശിൽ ധാരാളം പേർ പേടിച്ചാണ് ജീവിക്കുന്നത്. ചിലർ യുപിയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുപോയി, ചിലർ മുകളിലേക്ക് പോയി. बिनु भय होई न प्रीति. ആദ്യം തൊട്ടേ ഉത്തർപ്രദേശിലെ ജനങ്ങളെ പേടിപ്പിച്ചാണ് വെച്ചിരുന്നത്. ആരംഭം തൊട്ട് ഇതായിരുന്നു അവരുടെ ആഗ്രഹവും. ശ്രീരാമഭഗവാൻ പറഞ്ഞതുപോലെ निस्सरहीन करो मही वो चुटाए प्रण कीन. ഞങ്ങൾ രാമന്റെ ഭക്തജനങ്ങളാ, ഞങ്ങൾ ഇതന്നെ ചെയ്യുള്ളൂ. പല പാപികളുണ്ട്, കഷ്ടപ്പെടുന്നവര്, പെണ്ണുങ്ങള്, കച്ചവടക്കാര്, സാധാരണ ജനങ്ങളെ, റോട്ടിൽ നടന്നു പോകുന്ന ജനങ്ങളെ സുരക്ഷിതയില്ലാണ്ടാണ് ഇരുന്നത് ഇവരൊക്കെ. അവർക്ക് ഞാൻ ഒരു സുരക്ഷിതമായ അറ്റ്മോസ്ഫിയർ ഞാൻ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ജനങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. നോ ബെയിൽ നോ ജയിൽ, നേരെ മുകളിലേക്കൊന്നു. നോക്കൂ, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഞാനൊരു രാമന്റെ ഭക്തനാ. രാമൻ അരിയാസനത്തിൽ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ചെയർ തിരിച്ചെടുത്തത്, അതുപോലെ തന്നെ അയോധ്യയിലുള്ള ചീത്ത കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്തേ പറ്റൂ. അതുതന്നെയാണ്, ഈ പണി തന്നെയാണ് ഞങ്ങൾ യുപിയിലും ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് കോൺഗ്രസും മറ്റുള്ള പാർട്ടികളും മാഫിയാസിനും ക്രിമിനൽസിനും ധൈര്യം കൊടുത്ത് അവരെ സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്നത്. അവര് ഭരണകാലത്തിരുന്ന സമയം നിങ്ങൾ നോക്കുവാണെങ്കിൽ, അവരുടെ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എല്ലാ പ്രോട്ടോകോൾസും മറഞ്ഞിട്ട് ആ മാഫിയാസൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നേക്കും. ഇന്നത്തെ അവസ്ഥ നോക്കണം. ഞാൻ അറിഞ്ഞതുവരെ മാഫിയ കേസില് പോലീസ് അവനെ വിളിച്ചോണ്ട് വരുമ്പോൾ അവന്റെ പാൻറ് നനഞ്ഞിരുന്നു. പാൻറ് നനഞ്ഞെന്ന് വെച്ചാൽ ഒരു മാഫിയ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദിവസം സൗണ്ട് ഇട്ടോണ്ടിരുന്നു, സാർ എൻ്റെ ജീവൻ അപകടമാണ്. അപ്പം ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ നിങ്ങൾ കാരണം എത്ര പേര് ജീവൻ പോയി, ഇനിയിപ്പോൾ എന്നാത്തിനാ നീ നോക്കുന്നേ? ഇപ്പൊ ഇതിങ്ങനെയാണുള്ളത്. ഇപ്പോ വന്ന ലേറ്റസ്റ്റ് കേസ് മുക്താർ അൻസാരിയുടേതാണ്. അതിനെക്കുറിച്ച് സമാജ്വാദി പാർട്ടി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ജയിലിൽ അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നു എന്ന്. ചത്തല്ലേ പറ്റുള്ളൂ, വേറൊരു വഴിയും ഇല്ലല്ലോ. നിങ്ങൾ തന്നെ എനിക്കൊരു കാര്യം പറയും. പല മനുഷ്യരെ കഷ്ടപ്പെട്ട രീതിയിൽ കൊന്ന ഒരു മനുഷ്യൻ, അവൻ എന്തോരം ദൂരം രക്ഷപ്പെട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കോൺഗ്രസിലെ ആൾക്കാർ അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരിക്കാവല്ലോ. സമാജ്വാദി പാർട്ടിയിലെ ആൾക്കാര് അവരപ്പോൾ എന്ത് ചെയ്തോണ്ടിരിക്കുമായിരുന്നു? അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിന് പോയിരുന്നു. അവരുടെ അടുത്ത് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കാൻ പോകുന്നത്? ഇതാണ് വലിയ വ്യത്യാസവും. വലിയൊരു രാമഭക്തനാണ് എക്സ് ചീഫ് മിനിസ്റ്റർ സർദേവ് കല്യാൺജിയും മരിച്ചുപോയിരുന്നു. സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് ഒരു മനുഷ്യത്വവും പോലും ഇല്ലാത്ത മനുഷ്യരായിരുന്നു. പക്ഷെ ഒരു മാഫിയയിലെ ആള് ചാവുന്ന സമയത്ത് അവരുടെ വീട്ടിന്റെ വാതിക്കെ പോയി കണ്ണീരും ചിന്തിയായിരുന്നോണ്ടിരുന്നത്. ഇതാണ് വ്യത്യാസം. ഇതാണ് നാട് ടോളറേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നതും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞങ്ങൾ മാഫിയകളെ എല്ലാവരെയും കൈക്കുമ്പിളിലാണ് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ജൂൺ 4 ശേഷം ഒരു സേഫായ സിറ്റുവേഷൻ എടുത്തുകൊണ്ട് വരും. ഉത്തർപ്രദേശിനെ മാഫിയെന്ന് കംപ്ലീറ്റ് ഞങ്ങൾ എടുത്തു എന്നുള്ളൊരു അനൗൺസ്മെന്റും തരും. രണ്ടാമത്, മാഫിയ മൂലം സമ്പാദിച്ച സ്വത്ത് മുഴുവനും ഏത് വകയായിക്കോട്ടെ, അവരാക്രമിച്ചെടുത്ത എല്ലാ സ്വത്തും ഗവൺമെന്റ് തിരിച്ച് മുഴുവനായിട്ട് എടുത്തേക്കും. ഞങ്ങൾ പ്രയാഗ്രാജിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രയാഗ്രാജില് ഒരു മാഫിയ ഗാങ് ഉണ്ടായിരുന്നു. ഒരു മാഫിയ ഗാങ് തെറ്റായ രീതിയിൽ എടുത്ത സമയത്ത് ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പുതിയ മിഷൻ കണ്ട് കോൺഗ്രസും ആ സഭ മൊത്തവും അങ്ങനെ പേടിയിലാണ്. ആ ബുൾഡോസർ ഉപയോഗിച്ചാണ് മുഴുവനും ക്ലീൻ ആക്കിയത്. ക്ലിയർ ചെയ്തതിന് ശേഷം അത് പാവപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇതിനുള്ള തീരുമാനവും എടുത്തു. ഇതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ മാഫിയ മൂലം തട്ടിപ്പറിക്കപ്പെട്ട എല്ലാ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും, പെണ്ണുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയും, അനാഥ പിള്ളേർക്ക് വേണ്ടിയും, അതിൻ്റെ ഒപ്പം മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ള താഴ്ന്നവർക്ക് വേണ്ടി തന്നെയുള്ള ഹോസ്പിറ്റൽസും സ്കൂൾസും എല്ലാ നല്ല കാര്യങ്ങളും, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം. പക്ഷേ
യു പിയിലുണ്ടായിരുന്ന മാഫിയാസ് മുഴുവനും മണ്ണോട് മണ്ണായിപ്പോയി. അതിന്റെ ഒപ്പം ഇനിയും മാഫിയാസിനെ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അതാണ് ആദ്യത്തെ ടാർഗറ്റ്. അത് മാത്രമല്ല, ഇവരെ ആക്രമിച്ച സ്ഥലമൊക്കെ അവരുടെ അടുത്തും തന്നെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അവരാക്രമിച്ച എല്ലാ സ്ഥലങ്ങളും എന്തോരു സ്വത്തുണ്ടോ എല്ലാം എടുത്തേക്കും ഞങ്ങൾ. ഇവിടെ നോക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ കാൻഡിഡേറ്റായ സിയാവൂർ റഹ്മാൻ, ബക്സാറിന്റെ ഗ്രാൻഡ്സൺ, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഷാബുദ്ദീൻ, അത്തിഖ് അഹമ്മദ് ഒപ്പം മുക്താർ അൻസാരിയെയും താങ്കൾ മുകളിലേക്ക് പറഞ്ഞുവിട്ടു. സത്യമായിട്ടും അവരുടെ ത്യാഗങ്ങളൊന്നും വെറുതെ പോകില്ലെന്നും അദ്ദേഹം പറയുന്നു. പകരം വീട്ടുവെന്ന്. മുകളിലോട്ടാണോ പോയിരിക്കുന്നത്, താഴോട്ടാണോ പോയിരിക്കുന്നത് അതൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ. പക്ഷേ നിങ്ങളിത് നോക്കണം. ഒരു പാമ്പിന്റെ അടുത്തുനിന്ന് ശാന്തതയ്ക്ക് വേണ്ടി ഒരു ഉപദേശം കൊടുക്കാന്ന് വെച്ചാൽ അതൊരു പൊട്ടത്തരം തന്നെയായിരിക്കും. അവരുടെ പാരമ്പര്യ സംസാരം, അവരുടെ പാരമ്പര്യ സംസ്കാരവും ആ സംസ്കാര രീതി തന്നെയായിരിക്കും ഇതൊക്കെ കാറ്റോടൊപ്പം അങ്ങനെ പറന്നു പോയേക്കും. എല്ലാവരെക്കാളും കൂടുതൽ കംപ്ലൈന്റ് ചെയ്യുന്നത് അസം ഖാൻ സാറാണ്. അസം ഖാൻ സാർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ ബുൾഡോസർ കൊണ്ടുവന്ന് മൊത്തം ഇടിച്ചു കളഞ്ഞു, അകത്തുള്ള പ്രോപ്പർട്ടി പോലും എടുക്കാനുള്ള സമയം കൊടുത്തില്ലെന്ന് പറയുന്നു. നോക്ക്, ഈ മഹാഭാരത കുടുംബത്തിന്റെ ശകുനി തന്നെ ഇദ്ദേഹം തന്നെയാണ്. ദ്രൗപദിയുടെ സാരി അഴിക്കുന്ന സമയത്ത് എല്ലാരും തന്നെ അനങ്ങാണ്ടാണ് ഇരുന്നത്. പക്ഷെ അതിൽ ഇദ്ദേഹത്തിന് സംബന്ധം ഉണ്ടായിരുന്നു. ദുര്യോധനനും ദുശാസനനും എന്തു ചെയ്യുമോ അത് തന്നെ കിട്ടത്തുള്ളൂ. അവരെന്ത് ചെയ്തോ അതിനുള്ള ഫലനാണ് ഇന്നും അവര് ഓരോ ദിവസങ്ങളായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആസം ഖാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, ഇവരൊക്കെ ഉത്തർപ്രദേശിന്റെ വളർച്ചയ്ക്ക് ബാധകമായിരുന്നു. പിന്നെ ഇന്നും ഉത്തർപ്രദേശില് ഈ നിയമത്തിന്റെ ഭരണത്തില് സാധാരണ ജനങ്ങള്, യുവാക്കളായിക്കോട്ടെ, പെണ്ണുങ്ങളായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, പഠിച്ച ഒരാളായിക്കോട്ടെ, കച്ചവടക്കാരായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഇപ്പൊ പേടിയില്ലാത്ത ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ഈ പേടിയില്ലാത്ത സിറ്റുവേഷൻ ഉത്തർപ്രദേശിലിരിക്കുന്നവർക്ക് ഉത്തർപ്രദേശ് പോലത്തെ ഒരു സ്ഥലത്ത് 40 ലക്ഷം മേലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി ഫെബ്രുവരിയില് 10 ലക്ഷം കോടിക്കുള്ള ആൾക്കാരുടെ ഉള്ള ഒരു പ്രപ്പോസൽസ് ആണ് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. 10,50,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ്. ഇത് യു പിയിൽ ഒരു ചിന്ത മാത്രമായിരുന്നു. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. 10,50,000 കോടി എന്ന് വെച്ചാൽ എത്രയോ യങ്സ്റ്റേഴ്സിനുള്ള പണിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇന്ന് യു പിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് കാരണം ലോയുടെ സിസ്റ്റം നന്നായിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എൻവിറോൺമെന്റ് ആണ് ക്രിയേറ്റ് ആയത്. സ്റ്റേറ്റിലും സെൻട്രലിലും ഒരുപോലത്തെ ചിന്താഗതികളും ഒരുപോലത്തെ ടാർഗറ്റ് തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വളർച്ച, പാവങ്ങളുടെ ഗ്രോത്ത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ടാർഗറ്റ്. നാട്ടിന്റെ മേത്ത് ഇതിനായിട്ടുള്ള എല്ലാ സത്യങ്ങളും ഇവർ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബുൾഡോസറും അതിന്റെ ശബ്ദവും കൊൽക്കത്ത വരെ കേട്ടതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവിടുത്തെ ഹൈക്കോടതി ജഡ്ജി കൊൽക്കത്ത മേയറിനോട് പറഞ്ഞിരിക്കുകയാണ്, ഒരുപക്ഷെ താങ്കൾക്ക് കഴിയില്ലെങ്കിൽ യോഗിയുടെ അടുത്തു നിന്നും വാടകയ്ക്ക് എടുക്കാൻ. അതായത് ഉത്തർപ്രദേശിന്റെ ഈ ബുൾഡോസർ അന്യായം നടക്കത്തില്ല. ഉത്തർപ്രദേശിന്റെ പുതിയൊരു അടയാളമാണിത്. ഇത് ഞങ്ങളുടെ പുതിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. എക്സ്പ്രസ് വേയിന്റെ, പുതിയ എയർപോർട്ടിൻ്റെത്, പുതിയ ഹൈവേയുടേത്, പുതിയ ഇന്റർസ്റ്റേറ്റ് കണക്ടിവിറ്റിൻ്റെത്. ഈ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ അത് ബുൾഡോസർ വെച്ച് പൊട്ടിക്കല്ലേ വേണ്ടത്. ഈ മാഫിയ പിന്നെ ഇവരും മൂലം എല്ലാവരും മൂലവും ഏർപ്പെട്ട എല്ലാ തടസ്സങ്ങളും ഞങ്ങള് ബുൾഡോസർ വെച്ച് പെട്ടെന്ന് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ എല്ലാവർക്കും വേദനിക്കത്തല്ലേ ഉള്ളൂ. അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതൊരു കഷ്ടത്തിനെ കൊടുക്കും. ഒരു രീതിയിലുള്ള വേദന ഉത്തർപ്രദേശിലുള്ള വക്കീലന്മാർക്കും ഉണ്ട്. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മാറിയിരിക്കുന്നു, മാഫിയ എല്ലാം ഓടിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കുള്ള കേസുകളൊന്നും ലഭിക്കുന്നില്ലെന്ന്.
ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, യോഗി സാർ കുറച്ചെങ്കിലും ക്രൈം അനുവദിക്കുമോ, എന്നാലല്ലേ ഞങ്ങളുടെ ജീവിതം നടക്കുകയുള്ളെന്ന്. ഈ ലീഗൽ കമ്മ്യൂണിറ്റിയാണ് നാടിനെ ഇത്രയും ദിവസമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. പണിയെടുക്കാനായിട്ട് അവർക്ക് ഒരുപാട് സമയം തന്നെ ഉണ്ട്. ഈ വക്കാലത്ത് മാത്രമല്ലാണ്ട് അവരുടെ അടുത്ത് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ കോർട്ടിന്റെ ജുഡീഷ്യൽ ടെൻഡൻസി ഉണ്ട്. അത് മുന്നോട്ട് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിൽ ഇത് തീരും. 10 വർഷത്തിന് ശേഷം അവർ ചെയ്യുന്ന ഈ സോഷ്യൽ സർവീസിൽ പോളിറ്റിക്സിലും അവരുടെ ഈ ഓരോ ജനറേഷനും ഇങ്ങനെ ക്രിയേറ്റ് ആകും. നാട്ടിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടിലെ ഓരോ ജനങ്ങൾ എങ്ങനെ ലീഡെടുത്തോ അതുപോലെ തന്നെ. എനിക്കറിഞ്ഞതുവരെ സാമർത്ഥ്യം ലോ കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണുള്ളത്. അതവര് നോക്കിക്കോളും പതുക്കെ. ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം കൂടെ ആലോചിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിനും ഇപ്പോൾ താങ്കൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിനും എന്താണ് വ്യത്യാസം? ആദ്യം ഇവിടെ മാഫിയ സ്വാതന്ത്ര്യമായിട്ടാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. പെണ്ണുങ്ങൾക്കും കച്ചവടക്കാർക്കും അത്ര സുരക്ഷിതമില്ലായിരുന്നു. യുവാക്കൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കർഷകരൊക്കെ മരിച്ചോണ്ടാണ് ഇരുന്നത്. പാവപ്പെട്ടവർ ഭക്ഷണം ഇല്ലാണ്ട് ചത്തുപോയി. കഷ്ടപ്പെടുന്നവർ അസുഖത്തില് ആ വേദന സഹിക്കാൻ പറ്റാണ്ട് ഒന്നുകിൽ തന്നെത്താൻ മരിക്കുന്നു, ഇല്ലെങ്കിൽ സൂസൈഡിലോട്ട് അവരും നോക്കിപ്പോകുന്നു. ഇന്നിത് പുതിയ ഇന്ത്യയുടെ പുതിയ ഉത്തർപ്രദേശ്. പുതിയ ഉത്തർപ്രദേശില് പെണ്ണുങ്ങളോ കച്ചവടക്കാരോ ആരും പേടിക്കേണ്ട ഒരു ആവശ്യവും തന്നെ ഇല്ല. കുറ്റവാളികളെല്ലാം കഴുത്തി സ്ലേറ്റും തൂക്കിയിട്ടോണ്ട് ജീവൻ പിച്ച തരുമോ എന്നുള്ളത് ചോദ്യം ചോദിച്ചോണ്ടിരിക്കും. ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവൻ രക്ഷിച്ചോളാം, വയറ് നിറച്ചോളാം എന്ന് പറയും. ഇതാണ് മാറ്റം നടന്നതിപ്പോ. പുതിയ ഉത്തർപ്രദേശില് മുന്നെയൊക്കെ വലിയ വലിയ മാഫിയാക്കളുണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാരൊക്കെ പോക്കറ്റിലാക്കി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെന്ന്. പ്രധാനമന്ത്രി എണീറ്റ് നിൽക്കും അവരെ കണ്ട. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥലത്തോട്ട് ഇവരെ വിളിച്ച് അദ്ദേഹത്തിന് നല്ല റെസ്പെക്റ്റും കൊടുത്തായിരുന്നു. ഇന്ന് ആ മാഫിയ തന്നെ നമ്മുടെ പോലീസിനെയൊക്കെ എതിർത്ത് നിൽക്കുന്ന സമയത്ത് ആർക്ക് പിന്നില് ആദ്യമൊക്കെ പോലീസ് ഓടിപ്പോയി, ആരുടെയൊക്കെ പിന്നിൽ പോലീസ് സല്യൂട്ട് അടിച്ചോണ്ടിരുന്നോ, ഇന്ന് അവരെ തപ്പിയെടുക്കാനായിട്ട് പല ടീംസിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നവര് പോലീസുകാരൊക്കെ എതിർത്ത് നിൽക്കാൻ നോക്കുമ്പോൾ പാൻറ് നനഞ്ഞു കിടക്കുന്നത് കണ്ണി കാണാൻ പറ്റും. ഇന്ന് അവരൊക്കെ സാറേ ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾക്ക് ജീവൻ ഭിക്ഷ തരണം, ഞങ്ങളെ വിട്ടേക്ക് സാറേ എന്നും പറഞ്ഞ് യുപിന്ന് ഞങ്ങളെ എങ്ങോട്ടെങ്കിലും പോകാൻ അനുവദിക്ക്, ഞങ്ങളെല്ലാരും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി ഇരുന്നോളാം. ഈ പണി കോൺഗ്രസ് അല്ലേ നേരത്തെ ചെയ്തത്, സമാജ്വാദി പാർട്ടി ഇത് തന്നെ നേരത്തെ ചെയ്തത്. പേടിയില്ലാത്തൊരു സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്തു. യുപിയിൽ പല വളർച്ചകളും നടന്നു. ഒരു ദൈവദക്ഷിണയും നോക്കാണ്ട് എല്ലാം നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. യുപിക്കകത്താണെങ്കിൽ ഒരു നല്ല സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഉത്തർപ്രദേശ് പോപ്പുലേഷൻ എല്ലാത്തിനേക്കാൾ വലുതായിരുന്നു. 2017 ഞങ്ങൾ വന്നതിന് ശേഷം എക്കണോമിയിൽ ഉത്തർപ്രദേശ് 6ാമത്തെ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഇതെന്റെ മനസ്സുരുകി ഞാൻ സന്തോഷപ്പെട്ടു പറയുവാണ്. ഇന്ത്യയിൽ ഉത്തർപ്രദേശ് റവന്യൂ സ്റ്റേറ്റിൽ 2ാമത്തെ സ്ഥാനത്താണ്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നു. വളരെ വേഗത്തിൽ തന്നെ എക്കണോമിക് ലെവലില് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ വലിയ എക്കണോമിക്കൽ എഞ്ചിനായിട്ട് മാറാനുള്ള സ്ഥാനം ഉത്തർപ്രദേശിനാണ് ആദ്യമായിട്ട് തന്നെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് തന്നെയാണ് വ്യത്യാസം. ആദ്യം പേടിയുണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, ക്രൈംസ് നടന്നിരുന്നു, കർഫ്യൂ നടന്നിരുന്നു. ഇന്ന് പേടിക്കേണ്ടാത്ത അവസ്ഥയുണ്ട്, വളർച്ചയുണ്ട്. ഓരോ മുഖത്തിലും ഓരോ ചിരി വരാനുള്ള എല്ലാ ശ്രമത്തിലുമാണ് ഞങ്ങൾ ഇന്ന് ഓരോ ദിവസവും.